നമസ്കാരം. കേരളത്തിലെ 3.5 കോടിയിലധികം വരുന്ന സാധാരണ ജനങ്ങളുടെ ദൈനംദിന ഭക്ഷ്യസുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് പൊതുവിതരണ സമ്പ്രദായം. 2026 ജൂലൈ മാസത്തെ റേഷൻ വിതരണ വിശദാംശങ്ങൾ, സപ്ലൈകോയുടെ പുതിയ അപ്ഡേറ്റ്സുകൾ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകളിലെ നിലവിലെ നിയമങ്ങൾ, അതുപോലെ 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ മഞ്ഞ റേഷൻ കാർഡ് ഭാഗത്തിന് വരാൻ പോകുന്ന സുപ്രധാന ഭേദഗതി എന്നിവയെല്ലാം ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നു. 2026 ജൂലൈ മാസത്തെ കേരളത്തിലെ റേഷൻ വിതരണം ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പ്രകാരം കേന്ദ്രവിഹിതമുള്ള ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. കേരള സർക്കാരിന്റെ സംസ്ഥാന വിഹിതം കൂടി ചേർത്താണ് നമ്മുടെ സംവിധാനം പ്രവർത്തിക്കുന്നത്. റേഷൻ കാർഡുകൾ 4 പ്രധാന വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ വിഭാഗത്തിനും ജൂലൈ മാസത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലും വിഹിതത്തിലും വ്യത്യാസമുണ്ട്. മഞ്ഞ കാർഡ് അഥവാ AAOI കാർഡ് ഉടമകൾക്ക് 2026 ജൂലൈ മാസത്തിലും ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം മഞ്ഞക്കാർഡുള്ള ഒരു കുടുംബത്തിന് പ്രതിമാസം മൊത്തമായി 35 കിലോ ഭക്ഷ്യധാന്യം പൂർണ്ണമായും സൗജന്യമായും ലഭിക്കുന്നു. അതിൽ അരി, ഗോതമ്പ്, ആട്ട എന്നിവ ഉൾപ്പെടുന്നു. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം നോക്കാതെയാണ് ഈ 35 കിലോ നൽകുന്നത്. അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് 35 കിലോയും 8 അംഗ കുടുംബത്തിന് 35 കിലോയുമാണ് ഇപ്പോൾ കിട്ടുന്നത്. കേരള സർക്കാരിന്റെ സംസ്ഥാന വിഹിതം കൂടി ചേർത്ത് മഞ്ഞക്കാർഡ് ഉടമകൾക്ക് പഞ്ചസാര കിലോയ്ക്ക് 13 രൂപ 50 പൈസ നിരക്കിലും മണ്ണെണ്ണ സബ്സിഡി നിരക്കിലും ലഭിക്കും. മഞ്ഞക്കാർഡ് ലഭിക്കാനായിട്ട് കുടുംബം അത്യന്തം ദരിദ്രഭാഗത്തിൽ പെടണം. പ്രായാധിക്യമുള്ളവർ, ഭിന്നശേഷിക്കാർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന വിധവകൾ, തെരുവിൽ ജീവിക്കുന്നവർ എന്നിവർക്ക് മുൻഗണനയുണ്ട്. പിങ്ക് കാർഡ് അഥവാ PHH കാർഡുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കാർഡിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഒരാൾക്ക് 5 കിലോ വീതം ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കുന്നു. അതായത് 4 അംഗ കുടുംബത്തിന് 20 കിലോ അരിയോ ഗോതമ്പോ ആട്ടയോ സൗജന്യമായി ലഭിക്കും. 6 അംഗ കുടുംബത്തിന് 30 കിലോ അരി ലഭിക്കും. 2026 ജൂലൈ മാസത്തിലും ഈ വിതരണം തുടരും. അരിക്ക് പകരം ഗോതമ്പ് വാങ്ങണമെങ്കിൽ റേഷൻ കടയിൽ അറിയിക്കണം. അരിയുടെ 50% വരെ ഗോതമ്പാക്കി മാറ്റാൻ സാധിക്കും. PHH കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. വിവാഹം, മരണം, പുതിയ കുഞ്ഞുജനനം എന്നിവ കാരണം കുടുംബാംഗങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വന്നാൽ ഉടൻ തന്നെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ അറിയിച്ച് കാർഡിൽ തിരുത്തൽ വരുത്തണം. അല്ലെങ്കിൽ ലഭിക്കേണ്ട അധിക ധാന്യം നഷ്ടപ്പെടും. PHH കാർഡ് ഉടമകൾക്ക് കേരള സർക്കാരിന്റെ സംസ്ഥാന വിഹിതം അരിയും സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണയും ലഭിക്കും. 2026 ജൂലൈ മാസത്തിലും ഈ നിരക്ക് തുടരുന്നു. ഇനി നീലക്കാർഡ് അഥവാ NPHH കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ സൗജന്യ ധാന്യവിഹിതം ലഭിക്കില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന സ്റ്റോക്കിന്റെയും ലഭ്യതയുടെയും അടിസ്ഥാനത്തിൽ ഇവർക്ക് വിഹിതം ലഭിക്കും. നീലക്കാർഡ് ഉടമകൾക്ക് വരുമാന പരിധിക്ക് അനുസരിച്ച് സബ്സിഡി നിരക്കിൽ അരി, ഗോതമ്പ്, പഞ്ചസാര എന്നിവ ലഭിക്കും. 2026 ജൂലൈ മാസത്തിൽ നീലക്കാർഡിന് മാസം 2 കിലോ അരിയും കിലോയ്ക്ക് 8 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ഗോതമ്പ് കിലോയ്ക്ക് 6 രൂപ നിരക്കിൽ ലഭിക്കും. പഞ്ചസാരയുടെ വിഹിതം പരിമിതമാണ്. നീലക്കാർഡ് ഉടമകൾക്ക് മണ്ണെണ്ണ ലഭിക്കുകയില്ല. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് നീലക്കാർഡ് ലഭിക്കുക. കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ കൃത്യമായി നൽകേണ്ടതാണ്. ഇനി ഇതിൽ വെള്ളക്കാർഡ് അഥവാ നോൺ സബ്സിഡി കാർഡ് ഉടമകൾക്ക് സബ്സിഡി ഇല്ലാത്ത നിരക്കിൽ ഭക്ഷ്യധാന്യം ലഭിക്കും. 2026 ജൂലൈ മാസത്തിൽ വെള്ളക്കാർഡിന് മാസം 1 കിലോ അരിക്ക് 34 രൂപ നിരക്കിൽ ലഭിക്കും. ഗോതമ്പ് കിലോയ്ക്ക് 30 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡ് ഉടമകൾക്ക് മണ്ണെണ്ണ, സബ്സിഡി, പഞ്ചസാര എന്നിവ ലഭിക്കില്ല. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, സർക്കാർ ജീവനക്കാർ എന്നിവർക്ക് വെള്ളക്കാർഡാണ് നൽകുന്നത്. വെള്ളക്കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ, മാവേലി സ്റ്റോറുകളിൽ നിന്നും സാധാരണ നിരക്കിൽ സാധനങ്ങൾ വാങ്ങാം. 2026 ജൂലൈ മാസത്തെ മണ്ണെണ്ണ വിതരണം ത്രൈമാസ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. അതായത് 3 മാസത്തിലൊരിക്കലാണ് മണ്ണെണ്ണ അനുവദിക്കുന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ മണ്ണെണ്ണ വിഹിതം ജൂലൈ മാസത്തിൽ തന്നെ നൽകും. വീടുകളിലെ വൈദ്യുതി ലഭ്യത അനുസരിച്ച് മണ്ണെണ്ണയുടെ അളവിൽ വ്യത്യാസം വരും. വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത AAOI PHH കാർഡ് ഉടമകൾക്ക് 3 മാസത്തേക്ക് 6 ലിറ്റർ വീതവും
വൈദ്യുതി ഉള്ളവർക്ക് 3 ലിറ്റർ വീതവുമാണ് ലഭിക്കുക. നീല വെള്ള കാർഡ് ഉടമകൾക്ക് മണ്ണെണ്ണ ലഭിക്കുകയില്ല. റേഷൻ കടയിൽ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് നൽകിയ ശേഷം മാത്രമേ മണ്ണെണ്ണ ലഭിക്കൂ. കാർഡിൽ മണ്ണെണ്ണ എൻട്രി ചെയ്ത ശേഷം മാത്രമേ വിതരണം നടത്തൂ. 2026 ജൂലൈ മാസത്തെ സപ്ലൈകോ അപ്ഡേറ്റ്സുകൾ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അഥവാ സപ്ലൈകോ സംസ്ഥാനത്തെ പ്രധാന സർക്കാർ സ്ഥാപനമാണ്. ജൂലൈ മാസത്തിൽ സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളിലും മൊബൈൽ മാവേലി യൂണിറ്റുകളിലും കൂടുതൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ശബരി പാക്കറ്റുകളുടെ വില കുറച്ചിട്ടുണ്ട്. 10 കിലോ ശബരി അരി, 5 കിലോ ശബരി പഞ്ചസാര, 1 കിലോ ശബരി ഉഴുന്ന്, 1 കിലോ ശബരി ചെറുപയർ, 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ എന്നിവ ഉൾപ്പെടുന്ന കോംബോ പാക്കുകൾ 25% വരെ വിലക്കുറവിൽ ലഭിക്കുന്നു. റേഷൻ കാർഡ് നിർബന്ധമില്ല. ആധാർ കാർഡ് കാണിച്ചാൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങാം. ജൂലൈ മാസത്തിൽ സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും 13 സബ്സിഡി സാധനങ്ങൾ ലഭ്യമാണ്. അരി, പഞ്ചസാര, ആട്ട, വെളിച്ചെണ്ണ, പയർ, ഉഴുന്ന്, ചെറുപയർ, മുളക്, മല്ലി, മഞ്ഞൾ, മല്ലിപ്പൊടി, മുളകുപൊടി, ടീപ്പൊടി എന്നിവയാണ് ആ 13 ഇനങ്ങൾ. സപ്ലൈകോയുടെ ഓൺലൈൻ ഡെലിവറി ആപ്പായ സപ്ലൈകോ സാബി 2026 ജൂലൈ മാസത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആപ്പ് വഴി ഓർഡർ നൽകിയാൽ 24 മണിക്കൂറിനുള്ളിൽ വീട്ടിൽ ഡെലിവറി കിട്ടും. സപ്ലൈകോയുടെ മാവേലി ബസാർ, ജനകീയ മാർക്കറ്റ് എന്നിവയിൽ ജൂലൈ മാസത്തിൽ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം എന്നിവയ്ക്ക് പ്രത്യേക വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി, മുളക് പോലെയുള്ള അവശ്യ സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സപ്ലൈകോ ഇടപെട്ട് കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തും. സപ്ലൈകോയുടെ ഹോട്ടൽ കം ടീ ബാറുകളിൽ 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണവും 10 രൂപയ്ക്ക് ചായയും ലഭിക്കുന്ന പദ്ധതി 2026 ജൂലൈ മാസത്തിലും തുടരുന്നു. 1 കപ്പ് ചോറ്, 1 കറി, പപ്പടം, അച്ചാർ എന്നിവ ഉൾപ്പെടുന്നതാണ് 20 രൂപയുടെ ഉച്ചഭക്ഷണം. ദിവസം 1000 പേർക്ക് വരെ ഈ ഭക്ഷണം ലഭിക്കും. ജൂലൈ മാസത്തിൽ കൂടുതൽ ഹോട്ടലുകൾ ഈ പദ്ധതിയിലേക്ക് ചേർക്കാനുള്ള നടപടി സപ്ലൈകോ സ്വീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ മഞ്ഞ വിഭാഗത്തിന് വരാൻ പോകുന്ന സുപ്രധാന ഭേദഗതിയെക്കുറിച്ച് ഇപ്പോൾ പൊതുജന ചർച്ച നടക്കുന്നു. മഞ്ഞക്കാർഡുള്ള ഒരു കുടുംബത്തിന് പ്രതിമാസം മൊത്തമായി 35 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കുന്നുണ്ട്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം നോക്കാതെയാണ് ഈ 35 കിലോ നൽകുന്നത്. ഈ സമ്പ്രദായം കാരണം അംഗസംഖ്യ കൂടിയ കുടുംബങ്ങളിലെ ഓരോ വ്യക്തിക്ക് ലഭിക്കുന്ന ധാന്യത്തിന്റെ അളവ് വളരെ കുറയുന്നു. ഈ അസമത്വം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. പുതിയ നിർദ്ദേശപ്രകാരം മഞ്ഞക്കാർഡ് ഉടമകൾക്ക് കുടുംബത്തിന് മൊത്തമായി 35 കിലോ എന്നതിന് പകരം ഓരോ വ്യക്തിക്കും പ്രതിമാസം 7 കിലോ ഭക്ഷ്യധാന്യം നൽകാനാണ് തീരുമാനം. ഇത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ PHH കാർഡ് ഭാഗത്തിന് നിലവിൽ നൽകുന്ന 5 കിലോയേക്കാൾ 2 കിലോ കൂടുതലാണ്. ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭക്ഷണ ലഭ്യതയിൽ സമതുലിതാവസ്ഥ ഉറപ്പാക്കുക എന്നതാണ്. ഓരോ വ്യക്തിക്ക് ലഭിക്കുന്ന ധാന്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ പോഷകാഹാര ലഭ്യത മെച്ചപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മഞ്ഞക്കാർഡ് അത്യന്തം ദരിദ്ര വിഭാഗത്തിനുള്ളതാണ്. ഈ വിഭാഗത്തിൽ അംഗസംഖ്യ കൂടിയ കുടുംബങ്ങളുണ്ട്. അവർക്ക് നിലവിൽ 35 കിലോ പരിമിതി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഓരോ വ്യക്തിക്കും 7 കിലോ എന്ന സമ്പ്രദായം വന്നാൽ അവരുടെ പോഷകാഹാരം സുരക്ഷ മെച്ചപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പരിധിയുടെ കാര്യത്തിൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. പ്രതിശീർഷ 7 കിലോ എന്ന കണക്കിൽ നൽകുമ്പോഴും ഒരു കുടുംബത്തിന് ലഭിക്കുന്ന പരമാവധി ഭക്ഷ്യധാന്യത്തിന്റെ അളവ് 35 കിലോ ആയി തന്നെ നിലനിർത്തുമെന്നതാണ് ഡ്രാഫ്റ്റിൽ പറയുന്നത്. അതായത് 5 അംഗമോ അതിൽ താഴെയുള്ള കുടുംബത്തിന് 7 കിലോ വീതം കണക്കാക്കുമ്പോൾ 35 കിലോയോ അതിൽ താഴെയോ വരും. അവർക്ക് കണക്കിന് തന്നെ ലഭിക്കും. 6 അംഗ കുടുംബത്തിന് 7 കിലോ വീതം 42 കിലോ വരും. പക്ഷേ പരമാവധി 35 കിലോ എന്ന പരിധി ഉള്ളതിനാൽ അവർക്ക് 35 കിലോ മാത്രമേ ലഭിക്കുള്ളൂ. അതുപോലെ 8 അംഗ കുടുംബത്തിന് 56 കിലോ വരുമെങ്കിലും പരമാവധി 35 കിലോ എന്നതിനാൽ 35 കിലോ മാത്രമേ ലഭിക്കൂ. അതിനാൽ 5 അംഗത്തിൽ കൂടുതലുള്ള കുടുംബങ്ങൾക്ക് നേരിട്ട് നേട്ടം ഉണ്ടാകില്ല. 5 അംഗമുള്ള കുടുംബത്തിന് ഇപ്പോൾ 35 കിലോയും പുതിയ സമ്പ്രദായത്തിന് 35 കിലോയും തന്നെയായിരിക്കും. ഈ ഭേദഗതി ഇപ്പോൾ നിർദ്ദേശത്തിന്റെ ഘട്ടത്തിലാണ്. കേന്ദ്ര സർക്കാർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് 2026 ജൂലൈ 13 വരെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആർക്കും തങ്ങളുടെ അഭിപ്രായം ഇമെയിൽ വഴിയോ തപാൽ വഴിയോ അയക്കാം.
2026 ജൂലൈ 13 ശേഷം ലഭിക്കുന്ന അഭിപ്രായങ്ങൾ പരിശോധിച്ച് വേണം അന്തിമ തീരുമാനം. അതിനാൽ ഇതിപ്പോൾ നിയമമായിട്ടില്ല, വെറും നിർദ്ദേശം മാത്രമാണ്. നിയമമായാൽ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കും. ഇനി റേഷൻ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ 2026 ജൂലൈ മാസത്തിലും സേവനദളം പോർട്ടൽ വഴി ഓൺലൈൻ അപേക്ഷ നൽകാം. പേര് തിരുത്തൽ, വിലാസം മാറ്റം, പുതിയ അംഗം ചേർക്കൽ, മരിച്ച അംഗത്തെ ഒഴിവാക്കൽ, കാർഡ് സ്പ്ലിറ്റ് ചെയ്യൽ എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വിലാസ തെളിവ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ നൽകിയ ശേഷം 15 ദിവസത്തിനുള്ളിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് ചെന്ന് ഒറിജിനൽ രേഖകൾ പരിശോധിപ്പിക്കണം. അംഗീകാരം കിട്ടാൻ 30 ദിവസം വരെ എടുക്കും. പുതിയ കാർഡ് കിട്ടുന്നതുവരെ പഴയ കാർഡ് ഉപയോഗിച്ച് ധാന്യം വാങ്ങാൻ സാധിക്കും. അവസാനമായി പറയാനുള്ളത് 2026 ജൂലൈ മാസത്തെ കേരള റേഷൻ വിതരണം കൃത്യമായി തന്നെ നടക്കും. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് 35 കിലോ സൗജന്യ ധാന്യവും PHH കാർഡ് ഉടമകൾക്ക് അംഗത്തിന് 5 കിലോ സൗജന്യ ധാന്യവും ലഭിക്കും. നീലക്കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ 2 കിലോ അരിയും വെള്ളക്കാർഡ് ഉടമകൾക്ക് സാധാരണ നിരക്കിൽ 1 കിലോ അരിയും ലഭിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, വ്യാജ വാർത്തകൾ അവഗണിച്ച് ഔദ്യോഗിക വിവരങ്ങൾ മാത്രം സ്വീകരിക്കുക. റേഷൻ കടയിൽ രസീത് വാങ്ങി സൂക്ഷിക്കുക. ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസറെ സമീപിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.